ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കുറച്ചായില്ലേ ഒരു ഹോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ചൊരു ഗ്യാപ്പ് വന്നു അല്ലേ. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് നല്ലൊരു അടിപൊളി ഹോൾ വീഡിയോ ആയിട്ട് തന്നെയാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5 ഡ്രസ്സസ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിന്ന് ഈ പ്രോഡക്ട്സ് ഒക്കെ അയച്ചു തന്നിട്ടുള്ളത് ന്യൂചിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ബ്രാൻഡിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ന്യൂചിക് എന്ന് പറഞ്ഞാൽ സാധാരണ ഓൺലൈൻ സ്റ്റോറുകളെ പോലെ തന്നെയാണ് നമുക്ക് ഓൺലൈനായിട്ട് ഡ്രസ്സും ആക്സസറീസും ഒക്കെ ഇതിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ത്യയിലുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒക്കെ ഒരേപോലെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഡ്രസ്സുകൾ ഓരോന്നായിട്ട് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഡ്രസ്സിൻ്റെ എല്ലാ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താലേ നിങ്ങൾക്ക് കാണാൻ പറ്റും, വാങ്ങിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ ഞാൻ ഓഫറിനുള്ള കൂപ്പൺ കോഡും കൊടുത്തിട്ടുണ്ട്. 15% ഓഫർ, 20% ഓഫറിൻ്റെയൊക്കെ കൂപ്പൺ കോഡും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, എല്ലാവർക്കും അറിയാം ഇപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും. അതേപോലെ തന്നെ ന്യൂചിക്കിലും നല്ല ഓഫേഴ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നവംബർ 12 മുതൽ നവംബർ 28 വരെ നല്ല കിഡിലൻ ഓഫേഴ്സ് ഉണ്ട് ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ പ്രമാണിച്ച്. അപ്പോൾ നിങ്ങൾ എന്തായാലും മിസ്സാക്കാതെ അതിൽ കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇതിന് മുമ്പത്തെ ഹോൾ വീഡിയോസിലൊക്കെ കുറേ പേര് പരാതി പറഞ്ഞിരുന്നു എല്ലാം ഗൗണുകളാണ് കാണിക്കുന്നതിന്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എല്ലാം ടോപ്പുകളായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ജീൻസിലേക്കൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ടോപ്സാണ്. അപ്പോൾ ഇതിൽ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ്. ഇങ്ങനെയുള്ളൊരു ബ്ലാക്ക് ടോപ്പാട്ടോ ഇത് മെറ്റീരിയൽ ഒരു ക്രേപ്പ് മോഡലാണ്. ക്രേപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒന്നുകൂടെ ക്വാളിറ്റി ഉണ്ട്, ഒന്നുകൂടെ കട്ടിയുണ്ട്, പക്ഷേ ഏകദേശം ആ ഒരു മോഡലാണ് കേട്ടോ. ഇത് ജീൻസിലേക്കൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടോപ്പാട്ടോ ഇത്. അപ്പോൾ ഇത് ബ്ലാക്ക് ആണ്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഉള്ളത് ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഇത് പ്രിന്റ് ആണ്. പക്ഷെ നമുക്കിത് ഫോട്ടോസിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ത്രെഡ് വർക്ക് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടോ. ഞാനിത് പ്രിന്റാന്ന് അറിഞ്ഞിട്ട് തന്നെ എടുത്തതാണ്. പക്ഷെ ഞാനെടുത്ത ഫോട്ടോസിലുമൊക്കെ കാണുമ്പോൾ ഒരു ത്രെഡ് വർക്കിൻ്റെ ഒരു ലുക്കൊക്കെ തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കൈ ഇതാ ഇത്രയുണ്ട്, ഇവിടെ ഒരു ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കട്ടിങ് ആണ്. ഇത് ഇട്ടിട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിൻ്റെ താഴേക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് വരുന്നുണ്ട്. ആ പ്ലീറ്റ്സ് വരുന്നത് ഇങ്ങനെ ഫ്രണ്ടിലൊരു റാ ഷേപ്പിലുണ്ട് ഒരു കട്ടിങ് വന്നിട്ടാണ് ആ പ്ലീറ്റ്സ് വരുന്നത്. അപ്പോൾ അത്രയുള്ളൊരു സിമ്പിൾ ടോപ്പാണ്. ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് സൗണ്ട് ചിലപ്പോൾ മാറുന്നുണ്ടാകും. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിട്ടിട്ട് വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഡ്രസ്സ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഉറപ്പാണ്, നിങ്ങൾ ഓൺലൈനായിട്ട് ഡ്രസ്സൊക്കെ നോക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഒരു 95% ആൾക്കാരും ഈ ഡ്രസ്സ് കണ്ടിട്ടുണ്ടാവും. ഞാനും പലപ്പോഴും കണ്ടിട്ടുണ്ട്, വാങ്ങണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ എപ്പോഴും കൺഫ്യൂഷൻ അടിച്ച് നിന്നിരുന്ന ഒരു ഡ്രസ്സാട്ടോ. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് വാങ്ങി നോക്കിയതാണിത്. ഈ ഡ്രസ്സ് ഇങ്ങനെയാണ്, നല്ലൊരു കളറാട്ടോ ഇത്. അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, ഈ ഫോട്ടോയിൽ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഏതാ ഡ്രസ്സ് എന്ന്. അപ്പോൾ ഇത് ഞാൻ മുമ്പ് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എടുക്കണോ വേണ്ടയോ കൺഫ്യൂഷൻ അടിച്ച് ലാസ്റ്റ് ഞാനിപ്പോൾ എടുത്തു കേട്ടോ. പക്ഷെ എനിക്ക് എടുത്തപ്പോൾ നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലോത്ത് ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട് ഒരു ക്ലോത്താണ്. ഈ ക്ലോത്തിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ പറയാൻ. അതിനിപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്കിൽ പോയിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും, നോക്കിയാൽ മതി. പക്ഷെ നല്ല സുഖമുണ്ട് ഇത് ഇടാൻ. ഇതിങ്ങനെ രണ്ട് ഇതായിട്ടാണ് വരുന്നത്. അതായത് ഉള്ളിൽ ഒരു വൈറ്റ് കളർ പാർട്ടും ഉണ്ട്, അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ റെഡ്. ഇതിങ്ങനെ ഏകദേശം ഒരു കോട്ട് പോലെയൊക്കെ ഇങ്ങനെ തോന്നും കേട്ടോ നമുക്ക് ഇത് സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ. പിന്നെ ഞാനിതിലേക്ക് ഇന്നർ അല്ല കേട്ടോ ഇട്ടിട്ടുള്ളത്, ഞാനൊരു വൈറ്റ് ഷർട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഇങ്ങനത്തെ ടോപ്പുകളിലേക്കൊക്കെ നമ്മളെ ഇന്നർ ഇടുന്നതിനേക്കാളും ഭംഗിയുണ്ടാവാം ഇങ്ങനത്തെ പ്ലെയിൻ കളർ ഷർട്ടുകൾ കിട്ടും നമുക്ക്, നല്ല ഫുൾ സ്ലീവ് ഒക്കെ ഉണ്ട് ഷർട്ട്. അത് ഇടുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഭംഗിയുണ്ടാവും. നമ്മൾ ഇന്നർ ഇടുമ്പോൾ കൈ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നതിനേക്കാളും ഷർട്ട് ഇടുമ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ബ്ലാക്ക് അതേപോലെ വൈറ്റ് അങ്ങനത്തെ പ്ലെയിൻ കളർ ഷർട്ടൊക്കെ കുറഞ്ഞ റേറ്റിലൊക്കെ കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ച് വെച്ചുകൊണ്ട് കേട്ടോ. ഇതേപോലെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്കിനി ഇത് സ്റ്റൈൽ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടിട്ട് വരാം.
മൂന്നാമത്തെ ഡ്രസ്സ് ആട്ടോ. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, പക്ഷെ ഇത് വൈറ്റ് അല്ല കേട്ടോ, ഇതൊരു ഓഫ് വൈറ്റ് ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സ്. ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഓഫ് വൈറ്റ് ആണ് കളർ. ഇതിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ പോളിസ്റ്ററും അങ്ങനെയൊക്കെ പറയാം. ഇങ്ങനെ ഒട്ടും കേടാവാത്തൊരു ടൈപ്പ് മെറ്റീരിയൽ ഇല്ലേ, എല്ലാ കാലത്തും ഇതുപോലെ തന്നെ നിൽക്കുന്ന തൊപ്പ പൊന്തയൊന്നും ചെയ്യാത്ത ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. ഇതൊരു സിമ്പിൾ ടോപ്പാട്ടോ. ടോപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഫുൾ സ്ലീവ് ഉണ്ട്, ഫുൾ ലെങ്ത്തും വരുന്നുണ്ട്. ഇത് എനിക്ക് നമ്മുടെ ഞെരിയണിയുടെ ഒക്കെ കുറച്ച് മുകളിലായിട്ടാണ് നിൽക്കുന്നത്, പാൻറ്റൊക്കെ കുറച്ച് കാണുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് നല്ല ലൂസായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് വാങ്ങിക്കാട്ടും, നല്ലതാണ്. പിന്നെ ഞാനിതൊരു ബെൽറ്റ് വെച്ചിട്ടാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. അത് ഞാനിപ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്താട്ടോ, അല്ലാതെ ഞാൻ പുറത്ത് പോയപ്പോഴൊക്കെ ഇത് ബെൽറ്റ് ഇടാതെ തന്നെയാണ് ചെയ്തത്. കാരണം ഈ ഫോട്ടോഷൂട്ടിനൊക്കെ നമ്മൾ ബെൽറ്റ് ഇട്ടിട്ട് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ ഭംഗി. സാധാരണ ഞാൻ പുറത്ത് പോകുമ്പോൾ ബെൽറ്റ് ഒന്നും ഇടാറില്ല, എനിക്കിങ്ങനെ ലൂസായി എടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതും കൂടെ ഒന്ന് സ്റ്റൈൽ ചെയ്തത് നോക്കിയിട്ട് വരാം. നാലാമത്തെ ഡ്രസ്സ് കേട്ടോ, ഇതിൻ്റെ കയ്യിലുണ്ട്. ഇതൊരു 2 പീസ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇങ്ങനത്തെ ഒരു പോൾക്ക ഡോട്ട്സിൻ്റെ ഒരു ഭാഗമാണ്. ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ കുറേ പേർക്ക് ഇഷ്ടമില്ലാത്ത കളറാണെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന ഒരു കളറൊന്നുമല്ല, ഫോട്ടോസിലൊന്നും വലിയ ഭംഗി ഉണ്ടാവില്ല, പക്ഷെ എനിക്കെന്തോ ഇത് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നിയിട്ട് എടുത്താൽ കേട്ടോ. പോൾക്ക ഡോട്ട്സിനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ 2 പോക്കറ്റ്സ് ഉണ്ട്. പോക്കറ്റ്സ് നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ വന്നിട്ട് അതിന്മേ ഒരു കയറൊക്കെ കൊടുത്തിട്ട് ഇത് നമുക്ക് ഇങ്ങനെ കെട്ടുമൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഉണ്ടൊരു ഇതാണ്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു ഭാഗമാണ്. ഇത് നല്ല ലൂസായിട്ടുള്ള ഒരു കോട്ടല്ല, ഒരു ക്രോപ്പ് ടോപ്പ് പോലത്തെ, നല്ല ലൂസായിട്ടുള്ളൊരു ക്രോപ്പ് ടോപ്പ് പോലത്തെയാണ് ഇത്. ഇതിൻ്റെ മുകളിലോട്ട് ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൈയാണെങ്കിൽ അവർ കൊടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു സ്റ്റിച്ചിങ്, കുറച്ചിങ്ങനെ മുകളിലോട്ട് നമ്മൾ ഇടുമ്പോൾ മനസ്സിലാവും, കുറച്ച് മുകളിലോട്ട് ഇങ്ങനെ കയറി നിൽക്കുന്ന ഒരു ടൈപ്പ് സ്റ്റിച്ചിങ്ങാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതും അടിപൊളിയാട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിട്ടിട്ടും അത് മാത്രമല്ല ഇത് ഇടാനും നല്ല സുഖമുണ്ട്. ഈ ഒരു മെറ്റീരിയലും ഞാൻ നേരത്തെ പറഞ്ഞ റെഡ് ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു മെറ്റീരിയലാണ്. പിന്നെ നിങ്ങൾ ഈ ഡ്രസ്സസ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങളുടെ സൈസ് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ സൈസ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ എനിക്ക് നല്ല ലൂസാണ്. ഇത് പിന്നെ ഓൾറെഡി ലൂസായി എടുക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ, ആ ഫോട്ടോസിലും കണ്ടാലും അറിയാമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും എനിക്ക് ഒരുപാട് ലൂസാണ്. പക്ഷെ അത് അങ്ങനെ എടുക്കുന്നതാണ് ഭംഗി, ലൂസായിട്ട്. അപ്പോൾ ചിലതെല്ലാം ഞാൻ കുറച്ചൊന്ന് ഷേപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. ഇത് പിന്നെ അടുത്തൊരു ഡ്രസ്സ് കാണിക്കാൻ പോകുന്നുണ്ട്, അതും കുറച്ചൊന്ന് ഷേപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എടുക്കുമ്പോൾ സൈസ് നോക്കിയിട്ട് എടുക്കാം. ഞാൻ സൈസ് നോക്കിയിട്ട് തന്നെയാണ് എടുത്തത്, പക്ഷേ ചിലതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന സൈസ് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ വിചാരിക്കും കുറച്ച് വലുതെടുത്താലും ഒന്ന് ഷേപ്പ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പം ഇനി ഇതൊന്ന് സ്റ്റൈൽ ചെയ്തതും കൂടെ കണ്ടിട്ട് വരാം. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡ്രസ്സാട്ടോ ഇത്. ഇതൊരു സിമ്പിൾ ടോപ്പാണ്. അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ട് നമുക്കിങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇടൂല്ലേ ടോപ്സ്, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലെടുത്ത് തന്നെയാണ് ഞാൻ. ഇതിൻ്റെ കളർ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഇഷ്ടമായി. ഇതും ഞാൻ ഫസ്റ്റ് കാണിച്ചില്ല, അതിൽ ഇങ്ങനെ പ്രിൻ്റ് അല്ലേ ഉള്ളത്, അതേപോലെ തന്നെ ഇതിലും പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ കയ്യിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ട് ഇതെനിക്ക് കുറച്ചൊന്ന് ഷേപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഷേപ്പ് ചെയ്തതും ഞാൻ ലൂസായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്, എന്നാലും ഇത് കുറച്ചുകൂടെ നമുക്ക് ഇത് മീഡിയമാണ് സൈസ്, എന്നിട്ടും എനിക്ക് നല്ല ലൂസായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇതൊരു ആഷ് കളറാണ്. ഇതിൻ്റെ കുറേ കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ കാണിച്ച എല്ലാ ഡ്രസ്സസിൻ്റെയും കുറേ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് കേട്ടോ. അത് നിങ്ങൾ ലിങ്കിൽ കയറിയിട്ട് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡ്രസ്സ്. ഇനി ഇതും കൂടെ ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ട് നമുക്ക് കണ്ടിട്ട് വരാം.
കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഏതിട്ടിട്ടാണ് നിങ്ങൾക്ക് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയത് എന്നൊക്കെ. അതേപോലെ തന്നെ എല്ലാവരും മ്യൂസിക്കിലൊന്ന് കയറിയിട്ട് നോക്കുക. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. പിന്നെ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് ഫ്രൈഡേ സെയിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മറക്കാതെ കയറിയിട്ട് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട്